ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് പെറ്റൂണിയ തൈ എങ്ങനെ റീപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഗൾഫിൽ എവിടെ നോക്കിയാലും പെറ്റൂണിയാണ്. ഇവിടെ ആണെങ്കിൽ പെറ്റൂണിയ വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറി പോയി കഴിഞ്ഞാൽ വെറും 50 ഫിൽസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാന്റ് കിട്ടും. പിന്നെ പുറത്തെ ഷോപ്പിലൊക്കെ ആണെങ്കിൽ 1 ദിർഹം അല്ലെങ്കിൽ മാക്സിമം 2 ദിർഹംസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വിൻ്റർ സീസണാണ് ഇത് വളർത്താൻ പറ്റിയ സമയം. ഞാൻ ഇതുപോലെ ഒരു മാസം മുന്നേ വാങ്ങി നട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് പൂക്കൾ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഹെൽപ്പാവെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ നട്ട ചെടികളാണ്. നല്ല അടിപൊളി പ്ലാന്റ്സും അതുപോലെ നല്ല ഫ്ലവേഴ്സും ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വില്ലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ മണ്ണ് കിട്ടുകയാണെങ്കിൽ കുറച്ച് മണ്ണ് എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മണ്ണൊക്കെ. അപ്പോൾ ഞാൻ വില്ലയിലാണ് താമസം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മണ്ണ് ഒരു നല്ല ഹോൾസുള്ള ഒരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ അടിയിൽ നല്ല ഹോൾസുള്ള പോട്ട് തന്നെ എടുക്കണം, കാരണം അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് അതിലേക്കൂടി ഒലിച്ച് പോയിക്കോളും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പകുതിയിൽ കുറച്ചധികമായിട്ട് ഈ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലൊന്നും ഇല്ലാത്ത മണ്ണാണ്. അപ്പം അതിനുശേഷം നമുക്കിതിലേക്ക് പോട്ടിംഗ് സോയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഈ ഒരു സോയിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാത്തിനും ഞാൻ ഇതന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമ്പനീൻ്റെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ വാങ്ങിക്കുക. അതുപോലെ ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ വലിയൊരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2 കിലോൻ്റെ ഒക്കെ വരുന്നുണ്ട്, 1 കിലോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അതിൽ നിന്ന് കുറച്ച് സോയിൽ എടുത്തിട്ട് നമ്മളെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 4 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ സോയിൽ മാത്രം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, ആ പോട്ടിംഗ് സോയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ അത് കുറച്ചധികം ഇടണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഫ്ലവർ എടുക്കുക. ഇതാണ് ഞാൻ മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. ഇത്രയും ഹെൽത്തി പ്ലാന്റിനാണ് അവർ വെറും 50 ഫിൽസ് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ പോട്ടിൽ നിന്ന് അത് പുറത്തേക്ക് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കുഴിയിലേക്ക് വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ നിരപ്പാക്കി കൊടുക്കുക. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റണേ. ഇത് മോളാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണങ്ങൂല. അപ്പോൾ ഒരു 1-2 വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മേലത്തെ മണ്ണ് തൊട്ടോക്കി നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം ഡെയിലി വെള്ളം ഒഴിച്ചെടുത്താൽ മതി, കാരണം ഇതിന് അത്രയേ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇനി ഇതിന് വല്ല കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുപോലെ വളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇട്ട് കൊടുത്ത പോട്ടിംഗ് സോയിൽ അത്യാവശ്യം നല്ല വളമൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാ ചെടികളും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ അതേപോലെ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ടുണ്ട്, അത്ര ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതാണ്. നമുക്ക് ഈ ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ വിത്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഒരുപാട് വിത്ത് ആയിട്ടുണ്ട് ഇവിടെ തന്നെ, ഇതിൽ തന്നെ. ഇതൊക്കെ നല്ല വലിയ ഫ്ലവറുമാണ്, നല്ല ഒരുപാട് കളറും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇവിടെ ഈ 2 ഇതിലും ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാടിപ്പോയതാണ്. ഇനി പുതിയത് വിരിയണത്ര. അപ്പോൾ ഇതിൻ്റെ കളറാണിത്. അതുപോലെ ഈ ഒരു 2 ചെടിയുണ്ട് ഒരു ചട്ടിയിൽ തന്നെ.
അപ്പം രണ്ടാമത്തെ കളർ ഇതാണ്. രണ്ട് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.